നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് ഹൃദ്യമായ സ്വാഗതം. ബ്ലോക്ക് 2-ലെ രണ്ടാമത്തെ യൂണിറ്റാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാക്സ് വെബറെയും എമിലി ഡർക്കെമിനെയും കുറിച്ചാണ്. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഹെഗലിനെയും അതുപോലെ തന്നെ കാൾ മാക്സിനെയും കുറിച്ചാണ് പഠിച്ചത്. ഓക്കെ, സോ ഇവിടെ മാക്സ് വെബർ. അപ്പോൾ മാക്സ് വെബറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആണ്. 1864 ആണ് ഇദ്ദേഹം ജനിക്കുന്നത്. 1920 ഇദ്ദേഹം മരണമടയുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം വളരെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ പ്രതിഭ തെളിയിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു, ഒരു ഹിസ്റ്റോറിയൻ ആയിരുന്നു, അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫർ ആയിരുന്നു. അങ്ങനെ ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഒരു വ്യക്തിയാണ് മാക്സ് വെബർ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചിന്തകളുടെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ചില കീ ഐഡിയാസ് ആണ്. അപ്പോൾ നമുക്ക് അതിലൂടെ കടന്നു പോവാം. ഒന്നാമത്തേത് ദ പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് സ്പിരിച്വൽ ക്യാപിറ്റലിസം എന്ന ഒരു ഐഡിയ ആണ്. രണ്ടാമത്തേത് സോഷ്യോളജി ആൻഡ് റിലിജൻ. ഈ രണ്ട് ഐഡിയകളെ കുറിച്ച് ധാരണയുണ്ടെങ്കിലാണ് നമുക്ക് ഈ മാക്സ് വെബറിൻ്റെ ഐഡിയോളജികളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ജോർജ് ഐഡിയകളിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപേ ജോർജ് സിമ്മലുമായിട്ട് ചേർന്നിട്ട് ആണ് ഇദ്ദേഹത്തിൻ്റെ ഒരു മെത്തഡോളജിക്കൽ ആൻറ്റി പോസിറ്റിവിസം എന്ന ഒരു ഐഡിയ ഇദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ മെത്തഡോളജിക്കൽ ആൻറ്റി പോസിറ്റിവിസം എന്ന് പറയുമ്പോൾ നമ്മൾ പോസിറ്റിവിസത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചിരുന്നു. നമുക്ക് സോഷ്യോളജിയുടെ ഫാദറായിട്ടുള്ള അഗസ്റ്റേ കോംറ്റെയാണ് പോസിറ്റിവിസം എന്ന ആശയം കൊണ്ടുവന്നതെന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കഴിഞ്ഞ ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ അവിടെ ഒരു പോസിറ്റിവിസത്തിൻ്റെ എന്താണ് പോസിറ്റിവിസം എന്ന് പറയുന്നത്? പോസിറ്റിവിസം എന്ന് പറയുമ്പോൾ ഒരു യുക്തിചിന്തയ്ക്കും മറ്റുമൊക്കെ പ്രാധാന്യമുള്ള ഒരു ഐഡിയോളജിയാണ്. എന്നാൽ സോഷ്യോളജിക്കൽ ടേംസിൽ ഒരു ആൻറ്റി പോസിറ്റിവിസത്തിൻ്റെ സാധ്യതകളെ കുറിച്ചാണ് ഇവിടെ സിമ്മൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സിമ്മലിൻ്റെ ഐഡിയോളജിയുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് സാമൂഹിക വശത്തിൽ ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് ഒരു ബന്ധമുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഐഡിയോളജി, ദ മോസ്റ്റ് ഫേമസ് ഐഡിയോളജി എന്ന് പറയുന്നത് ദ പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഐഡിയയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ കീ ഐഡിയകളുണ്ട് എന്ന് പറഞ്ഞതിൽ ഒരു ഐഡിയ. അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് ധർമ്മവും മുതലാളിത്തത്തിൻ്റെ അന്തസത്തയും എന്നാണ് ഈ ഒരു ആശയത്തിൻ്റെ മലയാളീകരിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത് ആക്ച്വലി ഇതൊരു എസ്സേ ആണ്. ഈ ഒരു പ്രബന്ധത്തിൽ, ഈ ഒരു എസ്സേയിൽ അദ്ദേഹം ഈ പ്രൊട്ടസ്റ്റന്റ് മതം, ക്യാപിറ്റലിസം, അതുപോലെ ബ്യൂറോക്രസി ഇവയുടെയൊക്കെ ഉദയത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് പ്രൊട്ടസ്റ്റന്റ് മതം ക്രിസ്ത്യാനിറ്റിയിൽ പിൽക്കാലത്ത് വരുന്ന ഒരു വിഭാഗമാണ് പ്രൊട്ടസ്റ്റന്റുകൾ. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റന്റുകൾ നമുക്കറിയാമല്ലോ, റിഫർമേഷൻ മതനവീകരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാർട്ടിൻ ലൂതറിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് മതം, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ക്ലാസ് അങ്ങനെ നീണ്ടുപോകും. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒന്നും കടക്കുന്നില്ല. എന്തായാലും ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൻ്റെ ഇടപെടൽ ഒരല്പം കൂടി പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങളുമായിട്ട് മുന്നോട്ട് വന്ന വിഭാഗമാണ് പ്രൊട്ടസ്റ്റന്റുകൾ. മതത്തിലും ഒരല്പം റാഷണാലിസവും അതുപോലെ ഒരു ലോജിക്കൽ തിങ്കിങ്ങിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള വിഭാഗമാണ്. ബ്ലൈൻഡ് ഫെയ്ത്തിനെയും അതുവരെ സഭയിൽ വേരൂന്നിയ ഒരുപാട് കൊള്ളരുതായ്മകളെയൊക്കെ അവർ വലിച്ച് പിഴുതെറിഞ്ഞിട്ടുള്ള ഒരു വിഭാഗമാണ് പ്രൊട്ടസ്റ്റന്റുകൾ. അപ്പോൾ ഇവരുടെ സ്വാധീനം ക്യാപിറ്റലിസത്തിലും അതുപോലെ തന്നെ ബ്യൂറോക്രസിയിലും കാണാൻ പറ്റുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആശയം. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ക്യാപിറ്റലിസത്തിൻ്റെയും ബ്യൂറോക്രസിയുടെയും ഉദയത്തിന് ഈ നമ്മുടെ പ്രൊട്ടസ്റ്റന്റുകളുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ ഒരു ആശയം പറയുന്നത്. ഐഡിയോളജി, ദ മോസ്റ്റ് ഫേമസ് വർക്ക് ഏതാണ്? ഐഡിയോളജി, ദ പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന ഐഡിയോളജിയാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ ഒരു ആശയം, അതായത് ഈ ബ്യൂറോക്രസിയുടെയും അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൻ്റെ മുതലാളിത്തത്തിൻ്റെയും ഒക്കെ വളർച്ചയ്ക്ക് മതം ഒരു കാരണമായിട്ടുണ്ട് എന്നുള്ള ഈ ഒരു ആശയം അല്ലേ, അത് കാൾ മാക്സിൻ്റെ ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാൾ മാക്സിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കാൾ മാക്സ് എന്താ പറയുന്നത്? സാമ്പത്തിക ഘടകങ്ങളാണ്
ഒരു സിസ്റ്റം കൊണ്ടുവരാൻ കാരണം എന്ന് പറഞ്ഞു അല്ലേ. അതായത് ക്യാപിറ്റലിസം എന്ന ആ ഒരു ആശയം കൊണ്ടുവരുന്നതിന് മുഖ്യ കാരണം എന്ന് പറയുന്നത് എന്താണ്? അത് സാമ്പത്തിക കാരണങ്ങളാണ്. എന്നാൽ ഉൽപാദക ഉപാധികൾ കൈയാളുന്ന മുതലാളിമാരും ആ മുതലാളിമാരും തൊഴിലാളികളും തമ്മിലുള്ള സംഘടനമൊക്കെയാണ് ക്യാപിറ്റലിസത്തിന്റെ പതനത്തിനും അതിനു മുൻപ് ക്യാപിറ്റലിസം എന്ന ആ ഒരു ആശയം ഉടലെടുക്കാൻ കാരണം ഉൽപാദക ഉപാധികൾ കൈയാളിയ ആളുകൾ മുതലാളിമാരായിട്ട് വളരുന്നു എന്നുള്ളതാണെന്നാണ് അദ്ദേഹം പറയുന്നത്, കാൾ മാർക്സ് പറയുന്നത്. എന്നാൽ വെബറുടെ അഭിപ്രായത്തിൽ ക്യാപിറ്റലിസത്തിന് കാരണം പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിറ്റി ആണ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ വാദം. എന്ന് വെച്ചാൽ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇദ്ദേഹം സോഷ്യോളജി ഓഫ് റിലീജിയൻ എന്ന ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഐഡിയോളജി ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഐഡിയോളജി ദ പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന ഐഡിയ ആണ്. രണ്ടാമത്തെ ഐഡിയോളജി പറയുന്നത് സോഷ്യോളജി ഓഫ് റിലീജിയൻ ആണ്. അപ്പോൾ മതങ്ങളെ ഒരു സോഷ്യോളജിക്കൽ ടേമിൽ ഇന്റർപ്രറ്റ് ചെയ്യുകയാണ് വെബർ ചെയ്യുന്നത്. മാക്സ് വെബർ റിലീജിയനെ ഒരു സോഷ്യോളജിക്കൽ ടേംസിൽ ഇന്റർപ്രറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ റിലിജൻ ഓഫ് ചൈന, കൺഫ്യൂഷനിസം ആൻഡ് ടാവോയിസം. ഓക്കെ, ദ റിലിജൻ ഓഫ് ചൈന, Confucianism and Taoism, the religion of India, the sociology of Hinduism and Buddhism, ancient Judaism. 3 വർക്കുകളാണ്, ഒന്നുകൂടി വായിക്കാം. The religion of China, Confucianism and Taoism. Then the religion of India, the religion of India, the sociology of Hinduism and Buddhism, then ancient Judaism. ഈ 3 വർക്കുകളിലൂടെയാണ് ഇദ്ദേഹം ഈ ഒരു മതങ്ങളുടെ ഒരു സോഷ്യോളജിക്കൽ ആസ്പെക്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അതായത് ഇവിടെ നമുക്കറിയാം ചൈനയിലെ പ്രധാനപ്പെട്ട 2 ആശയങ്ങളായിരുന്നു കൺഫ്യൂഷനിസവും ടാവോയിസവും അല്ലേ. ഇത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൺഫ്യൂഷനിസം അതുപോലെ ടാവോയിസം എന്നീ ലാവോസയുടെ ടാവോയിസം, അപ്പോൾ ഈ 2 ആശയങ്ങൾ ചൈനയുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ സോഷ്യോളജിക്കലായിട്ട് ചൈനയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഗ്രന്ഥത്തിൽ. അതായത് ഒരു സോഷ്യോളജിക്കൽ ടേംസിൽ റിലിജനെ ഇന്റർപ്രിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെയിം സംഗതി തന്നെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഹിന്ദുയിസം അതുപോലെ ബുദ്ധിസം എന്നീ മതങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഒരു സോഷ്യോളജിക്കൽ ടേംസിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളെ കുറിച്ചും മറ്റുമൊക്കെയാണ് ഇദ്ദേഹം അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ? സോ പിന്നീട് റിലിജൻ ഓഫ് ഇന്ത്യ, ദ സോഷ്യോളജി ഓഫ് ഹിന്ദുയിസം ആൻഡ് ബുദ്ധിസം എന്ന ഗ്രന്ഥത്തിൽ ഇന്ത്യൻ സോഷ്യോളജിക്കൽ ആസ്പെക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആൻഷ്യന്റ് ജൂതായിസം എന്ന് പറയുമ്പോൾ ഒരു പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളെയൊക്കെയാണ് അതിൽ വിലയിരുത്തുന്നത്. ഈ പശ്ചിമേഷ്യയുടെ സാമൂഹിക രംഗം, ഇസ്രായേലിനെയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അവിടുത്തെ ആ ഒരു സാമൂഹിക രംഗം ഈ രീതിയിൽ വളർന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഇതിനെ സോഷ്യോളജിക്കൽ ആസ്പെക്റ്റിൽ അവിടെ ഡിസ്കസ് ചെയ്യുകയാണ് മാക്സ് വെബർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം മതത്തിൻ്റെ സാമൂഹിക അംശങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ മാക്സ് വെബറെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ മാക്സ് വെബറിൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ഒരു സോഷ്യോളജിക്കൽ ടേംസിലാണ് ഇദ്ദേഹം മതങ്ങളെയും അല്ലെങ്കിൽ മറ്റു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ ഇദ്ദേഹം അനലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സോഷ്യോളജിക്കൽ ടേംസ് മാക്സ് വെബറുമായിട്ട് മാക്സ് വെബറെ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഒരു സോഷ്യോളജിസ്റ്റ് ആയിട്ടാണ് പറയുന്നത് അല്ലേ. ഹിസ്റ്റോറിയൻ എന്നുള്ളത് നിലയിലല്ല, നമ്മളൊരു സോഷ്യോളജിസ്റ്റ് എന്ന നിലയിലാണ് മാക്സ് വെബറെ പഴയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു സോഷ്യോളജിസ്റ്റ് എന്ന നിലയിലാണ്. അതുപോലെ തന്നെ വളരെ പ്രസിദ്ധനായിട്ടുള്ള മറ്റൊരു സോഷ്യോളജിസ്റ്റാണ് എമിലി ഡർക്കീം. 1858 മുതൽ 1917 വരെ ജീവിച്ചിരുന്ന ഒരു ഫ്രഞ്ച് ചിന്തകനാണ് എമിലി ഡർക്കീം. അപ്പോൾ എമിലി ഡർക്കീം ഫിലോസഫി, സോഷ്യോളജി, എഡ്യൂക്കേഷൻ, ആന്ത്രപ്പോളജി അതുപോലെ റിലീജിയസ് സ്റ്റഡീസ് ഇതിലൊക്കെ പ്രാവീണ്യമുള്ള വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയായിരുന്നു. അപ്പം നമ്മൾ ഇതുവരെയുള്ള ഈ പഠിച്ച ചിന്തകന്മാരെ കുറിച്ചൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരൊക്കെ ബഹുമുഖ പ്രതിഭകളായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള ശാസ്ത്രങ്ങളിലും അല്ലെങ്കിൽ ശാസ്ത്രേതര വിഷയങ്ങളിലും ഒക്കെ വലിയ പഠനങ്ങൾ നടത്തുകയും അതിലൊക്കെ മാക്സിമം അറിവുകൾ ശേഖരിക്കാൻ ശ്രമിക്കുകയും നല്ല
ഗഹനമായിട്ടുള്ള അവഗാഹം ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഇവരെല്ലാം തന്നെ. അപ്പോൾ ഇവരെ ഇത്തരം ഒരു സോഷ്യോളജിക്കൽ ആസ്പെക്റ്റിൽ നമുക്ക് ഇവരെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രതിഭകളുടെയൊക്കെ പിന്നിലുള്ള ഒരു ചാലകശക്തി എന്ന് പറയുന്ന അവരുടെ വായനയും അടങ്ങാത്ത ഒരു അന്വേഷണ ത്വരയും അതുപോലെ അറിവ് ആർജിക്കാനുള്ള ഇവരുടെ ആ ഒരു ദാഹമൊക്കെ തന്നെയാണ് ഇവരെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, എനിവേ, അപ്പോൾ ഇവരുടെ വളരെ വിശാലമായിട്ടുള്ള പ്രവർത്തന മണ്ഡലമാണ് ഇവർക്ക് ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ കാൾ മാക്സ് അതുപോലെ വെബർ ഇവരുടെയൊക്കെ ആശയങ്ങൾ എമിലി ദർക്കീമിനെ വല്ലാതെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ എമിലി ദർക്കീമിനെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പരുവപ്പെടുത്തി എടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള രണ്ടാളുകളാണ് വെബറും കാൾ മാക്സും. ഓക്കെ, അപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള സാമൂഹിക അതുപോലെ മതബന്ധങ്ങളിലൊക്കെ ഉൾപ്പെടാത്തതും അതുപോലെ തന്നെ പുതിയ ഒരു സോഷ്യൽ ഓർഡർ കൊണ്ടുവരുന്നതുമായിട്ടുള്ള പുതിയ സാമൂഹിക സ്ഥാപനങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് ഇദ്ദേഹം പഠിക്കുകയാണ്. ഈ ഒരു എമിലി പഠിച്ചു. അതാണ് എമിലി ദർക്കീമിൻ്റെ ഒരു സംഭാവന എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, കൺസർവേറ്റീവായിട്ട് പരമ്പരാഗതമായിട്ട് ട്രഡീഷണൽ ആയിട്ട് വരുന്ന ഒരുപാട് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ ഉത്ഭവങ്ങളെക്കുറിച്ച് ഇദ്ദേഹം പഠിച്ചു. അവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിച്ചു. എന്നാൽ ഇതിലൊന്നും ഉൾപ്പെടാത്ത പുതിയ തരത്തിലുള്ള സാമൂഹ്യ ബന്ധങ്ങൾ ഉടലെടുക്കുന്നതിനെക്കുറിച്ചും പുതിയ സാമൂഹിക സ്ഥാപനങ്ങൾ ഉടലെടുക്കുന്നതിനെക്കുറിച്ചുമൊക്കെയാണ് എമിലി ദർക്കീം പഠിക്കുന്നത്. അല്ലെങ്കിൽ എമിലി ദർക്കീം അതിനെക്കുറിച്ചൊക്കെയാണ് കൂടുതൽ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കൃതി എന്ന് പറയുന്നത്, ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത് ദ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി എന്നുള്ളതാണ്. ഡിവിഷൻ ഓഫ് ലേബർ, എങ്ങനെയാണ് ഒരു സമൂഹത്തിലെ ഡിവിഷൻ ഓഫ് ലേബർ വരുന്നത്? ആദിമ സമൂഹത്തിൽ നമുക്കറിയാം, നമുക്കൊരു സമൂഹത്തിൻ്റെ എവല്യൂഷൻ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദിമ സമൂഹത്തിൽ വളരെ ചുരുങ്ങിയ പ്രവർത്തനങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്, അല്ലേ? മനുഷ്യർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അവരെന്താ ചെയ്യുക? ആകെ അവരുടെ എക്സിസ്റ്റൻസിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം, ആ ഭക്ഷണം കഴിക്കാനുള്ള അന്നത്തെ മാർഗം കണ്ടെത്തണം, അല്ലേ? അപ്പോൾ എന്തെങ്കിലുമൊക്കെ കായ്ക്കനികൾ ശേഖരിച്ചോ അല്ലെങ്കിൽ മൃഗങ്ങളെയൊക്കെ ഭക്ഷിച്ചോ ഒക്കെ അവർ വേട്ടയാടിയൊക്കെ അവർ അന്നത്തെ ഭക്ഷണത്തിനുള്ളത് അവർ ശേഖരിക്കുകയും അന്നത്തെ ഭക്ഷണം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു രീതി. പിന്നീട് അത് അല്പം കൂടി വികാസം പ്രാപിക്കുകയും അവരെന്താ ചെയ്യുന്നത്? അവർ അന്ന് കിട്ടിയ വലിയ ഇരയെ അല്ലെങ്കിൽ കൂടുതലായിട്ട് അവർ സമ്പാദിച്ച ശേഖരിച്ച വസ്തുക്കളെ സ്റ്റോർ ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നു. അങ്ങനെ ഈ സ്റ്റോർ ചെയ്യുക എന്ന ആശയത്തിൽ നിന്ന് അവരുടെ സാമൂഹ്യ ജീവിതം ഒന്നും കൂടി കോംപ്ലക്സ് ആവുന്നുണ്ട്. ഈ സാമൂഹ്യ ജീവിതം കോംപ്ലക്സ് ആയി അവർ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ ഈ ശേഖരിച്ച് ഭക്ഷിക്കുന്ന രീതിയിൽ നിന്ന് അവർ അല്പം കൂടി വികാസം പ്രാപിച്ചിട്ട് അവർ കൾട്ടിവേറ്റേഴ്സായി മാറുകയാണ്, കൃഷി ചെയ്യുന്നു. ഈ കൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു, മിച്ച ഉൽപാദനം ഉണ്ടാവുന്നു. അപ്പോൾ ഈ സർപ്ലസ് പ്രൊഡ്യൂസ് അവർ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന ബാർട്ടർ സമ്പ്രദായം വരുന്നു. ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ കോംപ്ലക്സിറ്റി, അതിൻ്റെ അപര്യാപ്തതകളെയൊക്കെ അവർ പണം എന്ന പുതിയ മാധ്യമത്തിലൂടെ പരിഷ്കരിക്കുന്നു. അങ്ങനെ ഓരോ പടിയായിട്ട് സമൂഹം വികാസം പ്രാപിക്കുകയാണ്, അല്ലെങ്കിൽ സമൂഹം സങ്കീർണമാവുകയാണ്. അപ്പോൾ നിലവിലുള്ള സിസ്റ്റത്തിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് പുതിയ സിസ്റ്റങ്ങൾ രൂപപ്പെടുന്നതൊക്കെ ഈ രീതിയിലാണ്. അപ്പോൾ ഈ ഡിവിഷൻ ഓഫ് പവർ ഡിവിഷൻ ഓഫ് ലേബർ എന്ന തൊഴിലിൻ്റെ വിഭജനം എന്ന ഒരു ആശയം വരുന്നത് എവിടെ വെച്ചാണ്? അതായത് എല്ലാവരും കൂടെ എന്തെങ്കിലുമൊക്കെ ശേഖരിച്ച് ഭക്ഷിച്ചിരുന്നതിന് പകരം കായികമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്ത് അവർ കൃഷിയിൽ ഏർപ്പെടാൻ തുടങ്ങിയതോടുകൂടി ഓരോരുത്തരുടെയും കായികക്ഷമതയ്ക്ക് അനുസരിച്ചുള്ള വർക്കുകൾ ഓരോരുത്തർ ഏറ്റെടുക്കുന്ന ഒരു ഡിവിഷൻ ഓഫ് ലേബറാണ് ആദ്യം വരുന്നത്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട എല്ലാവർക്കും ചെയ്യാവുന്ന, കുട്ടികൾ അവരുടെ കായികക്ഷമതയ്ക്ക് അനുസരിച്ചുള്ള ജോലി ചെയ്യുന്നു, സ്ത്രീകൾ അവരുടേതിനനുസരിച്ചുള്ളത് ചെയ്യുന്നു, പുരുഷന്മാർ അവരുടേതിനും അനുസരിച്ചുള്ള ജോലികൾ ഏറ്റെടുത്ത് ചെയ്തു. പിന്നീട് അത് അല്പം കൂടി വ്യത്യാസങ്ങൾ വന്നു. അതായത് ലോഹ സംസ്കരണത്തിലേക്കൊക്കെ മനുഷ്യൻ കടന്നതോടുകൂടിയിട്ട് ഈ ലോഹത്തിൽ പണി ചെയ്യുന്ന ഒരു വിഭാഗം ഡെവലപ്പ് ചെയ്യുന്നു. പിന്നീട് സമൂഹം കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് നീങ്ങുമ്പോൾ സമൂഹത്തിൽ കുംഭാരന്മാരുടെ ഒരു വിഭാഗം, അതായത് കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗം, മരം കൊണ്ട് വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗം, നേരത്തെ പറഞ്ഞതുപോലെ ലോഹ സംസ്കരണത്തിൽ ഏർപ്പെട്ട മറ്റൊരു വിഭാഗം, കരകൗശല വസ്തുക്കൾ പണിയുന്ന ഒരു വിഭാഗം, അതുപോലെ തന്നെ കച്ചവടം നടത്തുന്ന കച്ചവട സംഘങ്ങൾ മറ്റൊരു വിഭാഗം. ഇങ്ങനെ സമൂഹത്തിൽ ഡിവിഷൻ ഓഫ് ലേബർ വരുന്നു.
പിന്നീട് കൂടുതൽ സാങ്കേതികത്വം ആവശ്യമുള്ള, അതല്ലെങ്കിൽ വൈശിഷ്ട്യം ആവശ്യമുള്ള, സ്പെഷ്യലൈസേഷൻ ആവശ്യമുള്ള തൊഴിലുകൾ ചെയ്യുന്നവർക്ക് സമൂഹത്തിലൊരു പദവി കൂടുതൽ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ക്രമേണ ഇവർ ഈ ഓരോ തൊഴിൽ ചെയ്യുന്ന വിഭാഗങ്ങളാണ് കാസ്റ്റുകളായിട്ട്, ജാതികളും ഒക്കെ ആയിട്ട് വളർന്നു വരുന്നത്. അങ്ങനെ ഈ ഒരു ജാതികൾ വളർന്നു വരുന്നതിൽ നിന്ന് മികച്ച തൊഴിൽ ചെയ്യുന്നത്, മോശം മ്ലേച്ഛ തൊഴിൽ ചെയ്യുന്നത് എന്നൊരു വിഭജനം ഉണ്ടാവുകയും അങ്ങനെ അവർക്ക് ജാതിയിൽ ഉച്ചനീചത്വങ്ങൾ, ഉന്നത ജാതി എന്നും നീചജാതി എന്നും ഒക്കെയുള്ള ഉച്ചനീചത്വങ്ങൾ രൂപപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു തൊഴിൽ വിഭജനം നമ്മുടെ സമൂഹത്തെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കോംപ്ലക്സായി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ ഒരു സാമൂഹികമായിട്ടുള്ള വ്യത്യാസം ഉടലെടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതിയാണ് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി എന്ന ഗ്രന്ഥം. അപ്പോൾ ഇതിൽ ഇത്തരം കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന കൃതിയാണ്. ദെൻ ദ റൂളർ ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ് എന്നുള്ളതാണ് അടുത്ത കൃതി. ദ റൂളർ ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ്, ഇതിലും സാമൂഹിക രീതികളെ കുറിച്ചാണ് ഇദ്ദേഹം ഈ ഒരു ഗ്രന്ഥത്തിൽ പ്രസ്താവിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ പലതരത്തിലുള്ള സാമൂഹിക ഘടകങ്ങൾ, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ടെന്നും ഈ സോഷ്യൽ ഫാക്ടേഴ്സിനെ കുറിച്ച് ആദ്യം പ്രതിപാദിക്കുന്നത് എമിലി ഡർക്കെയിമാണ്. അപ്പോൾ എമിലി ഡർക്കെയിം കണ്ടെത്തുകയാണ് നമ്മുടെ സൊസൈറ്റിയിൽ വേരിയസ് സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഓരോന്നിനും ഒരു യുണീക്ക് എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി ഇതിന് ഓരോന്നിനും ഉണ്ട്. അപ്പോൾ ഈ ഓരോ സോഷ്യൽ ഫാക്ടറിൻ്റെയും യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് നമ്മുടെ സമൂഹം വികാസം പ്രാപിക്കുന്നത്, അല്ലെങ്കിൽ സമൂഹം മുന്നോട്ട് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇതിന് കുറേ ലീഗൽ കോഡ്സും അതുപോലെ റിലീജിയസ് ബിലീഫ്സ്, അതുപോലെ നമ്മുടെ മനുഷ്യരുടെ ഒരു ബ്യൂട്ടി കോൺസെപ്റ്റ്, ഇതിലൊക്കെ ഈ മനുഷ്യൻ്റെ ഇത്തരം ആശയങ്ങൾ കടന്നു വരുന്നുണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഈ ഒരു സോഷ്യൽ ഫാക്ടർ കടന്നു വരുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓരോ സോഷ്യൽ ഫാക്ടറിനുമുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മുടെ ലീഗൽ കോഡ്സ് ഫോം ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ നിയമ വ്യവസ്ഥ നിർമ്മിക്കുന്നതിന്, ഫോം ചെയ്യുന്നതിന്, അതുപോലെ തന്നെ റിലീജിയസ് ബിലീഫ്സ്, എന്താ പറയുന്നത്, മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നമ്മുടെ ഓരോ സമൂഹത്തിനും ഒരു ബ്യൂട്ടി കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും, അല്ലേ? കാലത്തിനനുസരിച്ചുള്ള ബ്യൂട്ടി കോൺസെപ്റ്റാണ് ഉണ്ടാകുന്നത്. എല്ലാം കാലത്തിനനുസരിച്ചാണ്. അപ്പോൾ മതവിശ്വാസം ആദിമ സമൂഹങ്ങളെയൊക്കെ, നമ്മൾ ചരിത്ര വിദ്യാർത്ഥികളാണ്, ആദിമ സമൂഹങ്ങളെയൊക്കെ നമ്മൾ പഠനവിധേയമാക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മതങ്ങളുടെ, കാലികമായിട്ടുള്ള മതങ്ങളിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളെ കുറിച്ചാണ്. അപ്പോൾ എല്ലാ മതങ്ങളും ആദ്യം തന്നെ പ്രകൃതി ദൈവങ്ങളെ ആരാധിച്ചവരായിരുന്നു. അതിൻ്റെ കാരണം പ്രകൃതിയിൽ നിന്ന്, അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച മനുഷ്യന് അവന് പിടിതരാത്ത പ്രകൃതി പ്രതിഭാസങ്ങളെ, അല്ലെങ്കിൽ അവൻ ഭയന്ന പ്രകൃതി പ്രതിഭാസങ്ങളെ അവൻ ആരാധിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഭയപ്പെടാൻ തുടങ്ങി. അവർക്ക് അന്നം നൽകിയ, അല്ലെങ്കിൽ അവരുടെ ജീവന ഉപാധിയായി നിന്ന നദികളെ, നമുക്കറിയാം ഒട്ടുമിക്ക സംസ്കാരങ്ങളും ഡെവലപ്പ് ചെയ്യുന്നത് ഈ നദികളെ ആധാരപ്പെടുത്തിയിട്ടാണ്. ഓരോ റിവർ, ആ റിവറിൻ്റെ വിസിനിറ്റിയിലുള്ള പ്രദേശത്താണ് ഒരു സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഓരോ സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അന്നം നൽകുന്ന ആ ഒരു റിവറിനെ അവർ ആരാധിക്കുന്ന ഒരു ഗതി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നൈൽ നദിയെ, നൈൽ നദി അനുകേത് എന്ന പേരിൽ നൈൽ നദിയെ ഒരു ദേവതയായിട്ടാണ്, ദേവതാ സങ്കല്പത്തിലാണ്, അനുകേത് എന്ന പേരിലാണ് ഈജിപ്ഷ്യൻ ജനത നൈലിനെ ആരാധിച്ചിരുന്നത്. നൈൽ നദിയുടെ ഉത്ഭവ കേന്ദ്രത്തെ ഖ്നൂം എന്ന പേരിലാണ് അവർ ആരാധിച്ചത്. ഈ നൈൽ ദേവിയായിട്ടുള്ള അനുകേതയുടെ ഭർത്താവായിട്ടാണ് അവർ ഖ്നൂം എന്ന ആ ഒരു ദേവനെ സങ്കല്പിച്ചത്. അപ്പോൾ ഈ ദേവന്മാരെ ആരാധിക്കുന്ന ഒരു ക്രമമൊക്കെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ആദിമഘട്ടത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഓരോ ദൈവങ്ങൾ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഈ പോളിതിസം എന്നുള്ള ആശയം വരുന്നത്. ഈ മനുഷ്യരുടെ ബ്യൂട്ടി കോൺസെപ്റ്റും ഇങ്ങനെ തന്നെയാണ്. കാലത്തിനനുസരിച്ച് മാറുന്ന ഒന്നാണ് ബ്യൂട്ടി കോൺസെപ്റ്റ്, സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമുക്ക് ഒരു 80കളിലെയൊക്കെ സിനിമ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. മനുഷ്യരുടെ ഫാഷൻ സെൻസ്, ബെൽ ബോട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ ഹെയർ സ്റ്റൈൽ, ഇതിലൊക്കെ ഒരു പഴയ ഒരു
സ്റ്റൈല്, അത് നമുക്ക് ഇന്ന് കാണുമ്പോൾ നമുക്ക് പലപ്പോഴും ഇതെന്ത് വേഷമാണെന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു സ്റ്റൈലൊക്കെയാണ് അന്ന്. പക്ഷെ അന്നത്തെ ഒരു സൗന്ദര്യ സങ്കല്പം എന്ന് പറഞ്ഞത് അതായിരുന്നു. അപ്പോൾ ആ ഒരു കാലത്തിനനുസരിച്ച്. ഇനി ഇതിൽ നമുക്ക് മറ്റൊരു കാര്യം കാണാൻ പറ്റുന്നത്, ഇന്ന് നമ്മുടെ ആധുനിക ഫാഷനിൽ ആ ഒരു പഴയ കാലത്തിൻ്റെ ചില എലമെൻറ്റ്സ് കാണാനായിട്ട് സാധിക്കും. ബെൽ ബോട്ടം ഇന്ന് വീണ്ടും നമ്മളത് പുതിയ ഫാഷനായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ബിയാർഡ്സിൽ താടിയിലുള്ള പല ഫാഷനുകൾ, ബോയ്സിൻ്റെയൊക്കെ ഹെയർ സ്റ്റൈലിങ്ങിൽ വരുന്ന ചില ഫാഷൻസ്, ഇതൊക്കെ വരുന്നത് എന്താണ്, ഈ പഴയതിൻ്റെ ഒരു മിക്സിംഗ് അപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഒരു സൈക്ലിക്കൽ പ്രോസസ്സാണ്. അപ്പോൾ ഈ സൈക്ലിക്കൽ പ്രോസസ്സ് നമുക്കിവിടെ വ്യക്തമായിട്ട് പലപ്പോഴും കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ഭാഗത്തെ അവസാനത്തെ ഒരു പോയിൻ്റാണ് റൂൾസ് ഫോർ സ്റ്റഡിയിങ് സോഷ്യൽ ഫാക്ട്സ്. അപ്പോൾ ഇവിടെ ധർക്കിയും പറഞ്ഞിട്ടുള്ള ഈ സോഷ്യൽ ഫാക്ട്സിനെ, ആ ഫാക്ട്സുമായിട്ട് ബന്ധപ്പെട്ട ചില റൂൾസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് കൂടി, ചില നിയമങ്ങൾ അതെന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തേത് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് എന്നുള്ളതാണ്. അതായത് ഓരോ ഫാക്റ്റും യുണീക്ക് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഓരോ യുണീക്ക് ഫാക്റ്റിനും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്, ഒരു നിലനിൽപ്പുണ്ട്, സ്വതന്ത്രമായിട്ടുള്ള ഒരു നിലനിൽപ്പ്. ആ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് അത് തീർത്തും അതിൻ്റെതായ എലമെൻസിൽ അത് ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആവണം, അതൊരു നിയമമാണ്. ഒരു ഫാക്റ്റ് നിലനിൽക്കുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു നിലനിൽപ്പുള്ള ഒന്നാണ് ഒരു സോഷ്യൽ ഫാക്റ്റ് എന്നുള്ളതാണ് ആദ്യത്തെ നിയമം. ഇതിലെ രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് ഓരോ ഫാക്റ്റിനെയും സോഷ്യോളജിസ്റ്റുകൾ ഡിഫൈൻ ചെയ്യണം. ഒരു സോഷ്യോളജിസ്റ്റിൻ്റെ ഡ്യൂട്ടിയാണ് ടു ഡിഫൈൻ എ ഫാക്റ്റ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ സോഷ്യോളജിസ്റ്റ് ഒരു ഒബ്ജക്റ്റിവിറ്റി നിലനിർത്തണം. വളരെ ഒബ്ജക്റ്റീവായിട്ട് ഒബ്ജക്റ്റിവിറ്റി നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഒരു ഫാക്റ്റിനെ അനലൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് എമിലി ദർക്കെയും അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങൾ, ഇതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഇപ്പോൾ അവസാനമായിട്ട് ഡിസ്കസ് ചെയ്തത്. സോ ദിസ് ഈസ് അബൌട്ട് ദ സെക്കൻഡ് യൂണിറ്റ്. സോ നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.